ഹലോ. അങ്ങനെ വീരധീര സൂരൻ പാർട്ട് 2 കണ്ടു. സോ അതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടി വന്നേക്കാണ്. പടം ഈസ് ഡയറക്റ്റഡ് ബൈ എസ്.യു. അരുൺകുമാർ, ഹൂസ് ദ ഡയറക്ടർ ഓഫ് സേതുപതി, പിന്നെ പന്നയാറും പത്മിനിയും ആൻഡ് ഓൾസോ ചിത്ത റീസെൻറ്റ് വൺ. സോ അതിൻ്റെയൊക്കെ ഡയറക്ടറാണ് പടം. അതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പടം മിനിമം ക്വാളിറ്റി ആയിരിക്കും എന്തായാലും എന്നുള്ളത്. ആ സെയിം ലെവൽ പടം മാസ് ആൻഡ് ക്ലാസ് പടമായിട്ടുണ്ട് നൈസായിട്ട്. ഓവറോൾ ഇറ്റ് വാസ് എ ഗുഡ് വാച്ച്. ഏകദേശം സേതുപതി മൂവി പോലെ തന്നെ എല്ലാം ഉണ്ട് പടത്തിൽ. മാസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഫാമിലി ഡ്രാമ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് നൈസാണ് പടം. പടത്തിലെ എല്ലാവരുടെയും ആക്ടിങ് നൈസാണ്. പ്രത്യേകിച്ച് സുരാജേട്ടൻ, പുള്ളിയുടെ തമിഴ് ഡെബ്യൂ ആയിരുന്നു ഈ പടത്തിൽ. ആൻഡ് ഹീ ജസ്റ്റ് എൻജോയ്ഡ് ഇറ്റ്. പുള്ളിക്ക് അധികം തമിഴൊന്നും അറിയത്തില്ല, നമ്മൾ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ കണ്ടായിരുന്നു. പക്ഷേ പുള്ളിയുടെ ഫസ്റ്റ് തമിഴ് പടമാണെന്ന് കണ്ടാൽ പറയില്ല. ആ ലെവലിൽ പുള്ളി അഭിനയവും ഡയലോഗ്സും ഒക്കെ നൈസാക്കിയിട്ടുണ്ട്. പടത്തിലെ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിരുന്നത് ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട് പടത്തിൽ. അത് ഭയങ്കര അടിപൊളിയായിട്ടാണ് ഷൂട്ട് ചെയ്തേക്കണം അവർ. അത് ആ പ്രൊഡക്ഷൻ ഡിസൈൻ ടീം, ക്യാമറ ടീം എല്ലാവരും സമ്മതിച്ചു കൊടുക്കണം. അതിനകത്ത് കുറേ ഇൻസിഡൻസ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. സോ ഇവരിങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് അത് ഷൂട്ട് ചെയ്തേക്കുന്നത് ഒരു രക്ഷയില്ല. ആ സംഭവം ഇവർ ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. പക്ഷെ നമ്മൾ കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഇവരിത് എങ്ങനെ എടുത്തു എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരും. ആ സീനിലെ ആക്ടേഴ്സ് ആണെങ്കിലും അവരുടെ കണ്ടിന്യൂറ്റിയും ഡയലോഗ്സും ഒക്കെ കാണാപ്പാടം പഠിച്ച് അത്രയും ലോങ് സമയം അവർ സെറ്റ് ചെയ്തേക്കുന്നത് സമ്മതിച്ചു കൊടുക്കണം. ആൻഡ് അത് വെച്ച് നോക്കുമ്പോഴാണ് ക്യാമറ തേനി ഈശ്വർ, പുള്ളീനെ പോലെ ഇപ്പോൾ ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഷൂട്ട് ചെയ്യാനുള്ള പുള്ളിയുടെ ലെവലിൽ വേറെ ആരും ഇല്ലാന്ന് തോന്നുന്നു. അത്രയും അടിപൊളിയായിട്ടാണ് പുള്ളി ഇതിലും ചെയ്തേക്കണേ. കുറേ നൈറ്റ് സീൻസ് ആണ്. ബേസിക്കലി സ്റ്റോറി ഈസ് ജസ്റ്റ് വൺ നൈറ്റ്. ആൻഡ് ഈ നൈറ്റ് സീക്വൻസ് ഒക്കെ പുള്ളി ലൈറ്റ് ചെയ്തേക്കുന്നതും പുള്ളി ഷൂട്ട് ചെയ്തേക്കുന്നതൊക്കെ പക്ക റിയലിസ്റ്റിക്. നമുക്ക് മനസ്സിലാവില്ല ഇത് എങ്ങനെ ഇവരിത് ഒപ്പിച്ചതെന്ന്. കാരണം മൂവി ഷൂട്ട് ചെയ്യുമ്പോൾ കുറേ ലോജിസ്റ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടല്ലോ. അതൊക്കെ എങ്ങനെയാണ് പുള്ളി ചെയ്തതെന്ന് ഒരു രക്ഷയില്ല. പടം ചില സമയത്ത് കുറച്ച് സ്ലോ ഡൗൺ ആവണ പോലെ തോന്നി എനിക്ക്. പക്ഷേ അതൊരു ഡ്രാമ ബിൽഡിംഗ് ആണ്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സ്റ്റോറി ഐ ബിലീവ്. സോ ഇറ്റ് ഡിഡ്ന്റ് ബോദർ മീ ആസ് മച്ച്. പക്ഷേ വി ക്യാൻ കൈൻഡ് ഓഫ് ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഗോയിങ് സ്ലോവർ. അതേപോലെ ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ വിചാരിച്ചു കുറേ അടിപൊളി മാസ് സീനൊക്കെ കാണുമെന്ന്. പക്ഷേ അത്രയധികം മാസ് സീനൊന്നുമില്ല. പടം നൈസ് ഒരു മിക്സ് ഓഫ് എവറിത്തിങ് ആണ്. അതിനകത്ത് മാസ് ആവശ്യത്തിനുണ്ട്. എന്നാൽ സ്റ്റോറി, ഡ്രാമ, ആ സംഭവങ്ങളൊക്കെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ ആയിട്ട് എനിക്ക് തോന്നിയത്. അവർ കുറേ ടെൻഷൻ ബിൽഡിംഗ് സീക്വൻസസുകളും പിന്നെ കുറേ ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം ടൈപ്പ് സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ അവർ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ ഒരു നൈസ് സംഭവമായിട്ട് തോന്നിയത് നമ്മൾ വി ആർ ഗെറ്റിംഗ് സ്ട്രേറ്റ് ഇൻ ടു ദ സ്റ്റോറി. ഇവരിത് പടം പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടാണല്ലോ പറയണത്. അപ്പോൾ നമ്മൾ നോർമൽ വോയിസിലെ പോലെ നമുക്ക് ഇവരുടെ മുന്നത്തെ സംഭവങ്ങൾ അറിയില്ല. So നമ്മൾ when we are getting straight into the story, we don't know the dynamics between all these characters. So we are just watching everything happen and we slowly learn about all these characters. അവർ പടത്തിലെ ക്യാരക്ടേഴ്സിൻ്റെ റൂട്ടീൻസും അവരുടെ റിലേഷൻഷിപ്പും ഫാമിലി സെറ്റപ്പും എല്ലാം അവർ കാണിച്ച് സ്ലോലി ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഇവരെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്ത് വരും. പിന്നെ പടത്തിൻ്റെ ക്ലൈമാക്സിന് കുറച്ചും കൂടി ഒരു പഞ്ച് വേണമായിരുന്നു എനിക്ക് തോന്നി. കാണുമ്പോൾ നമുക്ക് സെറ്റാണ്, സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷേ കുറച്ചും കൂടിയൊക്കെ എന്തെങ്കിലും എലമെന്റ്സ് ആഡ് ചെയ്ത് കുറച്ചും കൂടെ പഞ്ച് കൂട്ടായിരുന്നു എന്ന് എനിക്ക് കണ്ടപ്പോൾ ജസ്റ്റ് തോന്നി. പിന്നെ പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുരാജ് ചേട്ടൻ അടിപൊളി, വിക്രം അടിപൊളി, ദുഷ്ര വിജയൻ അടിപൊളി, പിന്നെ എസ്.ജെ. സൂര്യ പുള്ളി ഇതിൽ ഒരു ഇച്ചിരി ഡിഫറെൻറ്റ് അപ്രോച്ചാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ പടങ്ങളിൽ പുള്ളിനെ കാണുന്ന ആ ഒരു ലൗഡ് ടൈപ്പ് ഒന്നും അല്ലാതെ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ്, വിച്ച് ഇസ് നൈസ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് പടത്തിലൊരു വെങ്കട്ട് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പ്ലേ ചെയ്തൊരു പുള്ളിയുണ്ട്, ബാലാജി. ഹി വാസ് നൈസ് ടു. ആൻഡ് പടത്തിൻ്റെ മ്യൂസിക്കും വാസ് ഓവറോൾ ഗുഡ്. എനിക്ക് സോങ്സ് ഒന്നും വലിയ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് തോന്നിയില്ല. വാസ് നൈസ്. പടത്തിൻ്റെ ഫ്ലോൻ്റെ കൂടെ നൈസായിട്ട് പോകുന്നുണ്ട്, കേൾക്കാനും നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് പടം കഴിഞ്ഞിട്ട് ഓവറായിട്ട് കേൾക്കാൻ തോന്നുന്ന ലെവലിലോട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ BGM ചില മൊമെന്റ്സിലൊക്കെ വാസ് നൈസ്. ഓൺലി തിങ് വാസ് ചില സമയങ്ങളിൽ എലിവേഷൻ പെട്ടെന്ന് അബ്രപ്റ്റ് ആയിട്ട് വന്ന പോലെ, അതിനൊരു ബിൽഡപ്പ് ഇല്ലാതെ പെട്ടെന്ന് വന്ന പോലെ തോന്നിയായിരുന്നു. സോ മൊത്തത്തിൽ ഇറ്റ് ഈസ് എ ടെക്നിക്കലി സ്ട്രോങ് ആൻഡ് ഗുഡ് മൂവി. ഞാൻ തിയേറ്റർ വാച്ച് വർത്താണെന്ന് ഞാൻ പറയുള്ളൂ. സോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഓർ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഓക്കെ, സീ ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ.